ഈ ED ആക്രമിച്ച സംഭവം ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ വാടക വീടിന് മുന്നിൽ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ ED ആക്രമിച്ച സംഭവത്തിൽ പോലീസും ഈ പ്രോസിക്യൂഷനും നല്ല അട്ടിമറി നടത്തി. ഉറപ്പാണല്ലോ, പ്രോസിക്യൂട്ടർ തന്നെ മാറ്റേണ്ടിന്നില്ലേ, അവസാനം പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വയ്ക്കേണ്ടി വന്നു. കാരണം മ്യൂസിയം SHOയുടെ കീഴിലാണ് ഈ സംഭവം നടന്നത്. മ്യൂസിയത്ത് എന്താണ് നടന്നത്? മ്യൂസിയം SHO ആരാണ്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്. അയാളെ മ്യൂസിയത്തേക്ക് സ്ഥലം മാറ്റിയതിന്റെ 2ാമത്തെ 3ാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഒരു 25 പേരെ 26 പേരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ പരിപാടി നിർത്തി. ഈ അറസ്റ്റ് ചെയ്തതല്ല അവിടെ കൂടി നിന്നവരാണ്. പക്ഷേ ഇതിനെ ആഹ്വാനം ചെയ്ത നേതാക്കൾ ഇപ്പോഴും ഇതിലവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അല്ല, ഏത് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമ്പോഴും തല്ലിടക്കുമ്പോഴും ഇതിന്റെ നേതാക്കന്മാരെ വലിയ കേസെടുക്കാൻ സംഭവിച്ചിട്ടില്ലല്ലോ. അവരിപ്പോഴും തെക്ക് വടക്ക് നടക്കാറ്. ഇപ്പൊ ശിവൻകുട്ടി ഉണ്ടായിരുന്നു, VS ജോയി ഉണ്ട്, കടകംപള്ളി ഇടയ്ക്കിടയ്ക്ക് സമാധാന ആഹ്വാനം നടത്തുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം ഈ ആക്രമണത്തിൽ പങ്കാളികളാണ്. ഈ FIR-നകത്ത് വരുമ്പോൾ അങ്ങനെ വന്നേ പറ്റൂ. പക്ഷെ പോലീസ് ഈ കാര്യത്തിൽ വലിയ ഉരുണ്ടുകളി കളിച്ചു. ഇപ്പൊ നമുക്കറിയാം, പ്രോസിക്യൂട്ടർ ആയിരുന്ന ഗീനാകുമാരിയെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു പ്രോസിക്യൂട്ടർ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട ഒരു പുറത്തുപോകലാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന ED ആക്രമണം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേതാക്കൾ ആരും കേസിൽ പ്രതികളായിട്ടില്ല. അതാണ് കാര്യം. മാത്രമല്ല, ഏറ്റവും വലിയൊരു പ്രേരണ ഒരാളുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയല്ലേ എന്ന് പറഞ്ഞ ആഹ്വാനം ചെയ്ത ഈ ആളും ആഹ്വാനം. അപ്പൊ നമുക്കറിയാം, ഇന്ന് ED കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് ഈ കേസുകളിൽ അവർ കക്ഷി ചേരുകയാണ്. അവരെ ആക്രമിച്ച കൂട്ടത്തിൽ എല്ലാവരും വന്നിട്ടില്ല. അതാണ് EDയുടെ ഇതുപോലെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്ത നേതാക്കന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്. നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് കേസില്ല? ഇവർ ചുമ്മാ നടത്തിയല്ല, കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ അവിടെ ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണം വെറുതെ നടന്നതല്ല. ഇവർ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് വന്ന് അവിടെ സംഘടിച്ച് 120B ക്രിമിനൽ ഗൂഢാലോചന എന്നാണ് പഴയ വകുപ്പിനകത്ത് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പോഴത്തെ വകുപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. BNS-ൽ ഇത് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതിൽ ഈ നേതാക്കൾ പ്രതികളാണ്. ഈ നേതാക്കളാണ് ഇതിനെല്ലാം ഇവരെ പറഞ്ഞു വിട്ടത്. ഈ നേതാക്കളാണ് ഇവരെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ കൃത്യമായിട്ട് നടത്തണം. അല്ല, മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത പലരും അനുയായികൾ പിന്നീട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞു, ഞങ്ങളെ പാർട്ടി അർപ്പിച്ച ദോഷം ഞങ്ങൾ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, പിന്നെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഈ വട്ടപ്പാറ ഇപ്പുറം കന്യാകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് സാധനം വാങ്ങാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ സത്യത്തിലെ എൻ്റെ ഭാര്യ എന്നെ കാണിച്ചു, ഇതോ ഇല്ല ബോർഡ് കണ്ടോ നോക്കാൻ. ഞാൻ അങ്ങോട്ട് നോക്കി, ബോർഡ് കണ്ടോ ഇല്ലേ. എനിക്ക് വണ്ടി ചിരി കാരണം എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. പിണറായി വിജയൻ്റെ ഒരു വലിയ തല വെച്ചിട്ട് വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല. അതിൻ്റെ അടിയില്ല, ഇത്രയേ ഉള്ളൂ. വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ചിരി അടക്കാൻ വയ്യ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തിൻ്റെ പേര് വേട്ടയാടാനാന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണ്? അതായത് ഇയാൾ മകളുടെ പേര് കൈക്കൂലി മേടിച്ചു, അത് ED കണ്ടുപിടിച്ചു, അതിന് നേരെ EDയുടെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ഇതാണോ വേട്ടയാടൽ? അപ്പൊ യഥാർത്ഥ വേട്ടയാടൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവര് യഥാർത്ഥ വേട്ടയാടൽ നടത്തിയിട്ടേ ഉള്ളൂ. വേട്ടയാടൽ യഥാർത്ഥത്തിൽ അവർ നടത്തിയിട്ടേ ഉള്ളൂ. ഇത് ആരും ഒന്നും വന്നില്ല. വടി വെട്ടാൻ പോയതല്ലേ ഉള്ളൂ, അടി വരുന്നതല്ലേ ഉള്ളൂ. വേട്ടക്കാരനെ പിടികൂടിയാണ് എന്നാണ്. വേട്ടക്കാരനെ ആക്രമിക്കാൻ പാടില്ല അവരെ സിദ്ധാന്തം. വേട്ടക്കാരൻ വേട്ട നടത്തും. ഈ പിണറായിയുടെ വീടിന് മുന്നിൽ അന്ന് നടന്ന കോലാഹലങ്ങൾ മുഴുവൻ ഇവിടെ എല്ലാവരും ലൈവായിട്ട് കണ്ടതാണ്. അതിൽ തന്നെ 25-26 പേര്. ഒരുത്തം വിദേശത്തോട്ട് കടന്നു. വേറെ ഒരു 9ാം പ്രതിക്ക് ഈ ഗീനാകുമാരി എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാരുണ്യം കൊണ്ട് ജാമ്യം കിട്ടി. ആ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി പോലീസ് പോയിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇതിനകത്ത് സർക്കാരിൻ്റെ മനസ്സറിവ് കൂടിയുണ്ട്. പോലീസ് വൃത്തിയായിട്ട് ഈ കേസ് അട്ടിമറിച്ചു. നമ്മൾ പറയാറില്ലേ, പിണറായി പോലീസാണല്ലോ ഇവിടെ ഇപ്പോഴുള്ളത്. ആരെ മാറ്റിയിട്ടുണ്ട്? ആരും മാറ്റിയിട്ടില്ല. അല്ല, നമ്മൾ പോലീസിന്റെ തലയിൽ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, UDF സർക്കാരിന് ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. സർക്കാരിന് താല്പര്യമുണ്ട് ഇതിങ്ങനെ പോകത്തില്ലല്ലോ. ഇപ്പം തലക്കടിച്ചവന്മാരുടെ കേസിനകത്ത് സർക്കാരിന് നല്ല താല്പര്യമുണ്ട്. സർക്കാർ അതിൻ്റെ പുറകെ ജില്ലെന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ അത് നിൽക്കുന്നില്ല. ശ്രദ്ധിച്ചോ? അല്ല, അത് നമ്മൾ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ അവർ ഒറ്റക്കെട്ടാണല്ലോ. ഒറ്റക്കെട്ടിനെ മാത്രമല്ല, EDയോട് അവർക്ക് ആർക്കും അത്ര താല്പര്യമില്ല. കാരണം ED BJP സർക്കാരിനെയാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ആക്രമിക്കാൻ നോക്കുന്നു. കാരണം പോലീസ് ഇപ്പൊ ഇന്ന് തന്നെ ഗീനാകുമാരി ഇട്ട പോസ്റ്റ് എന്താ, അവരെ നീക്കിയെങ്കിൽ അവർ ഞാൻ പോലീസ് റിപ്പോർട്ട് പ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ പോലീസ് കൊടുത്ത റിപ്പോർട്ടുണ്ട്. പോലീസ് പിന്നെ ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിച്ചത്. പക്ഷേ ഈ പ്രോസിക്യൂട്ടർ പറയുന്നു അങ്ങനെയല്ല, പോലീസ് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ആരാ ഇവിടെ കളിച്ചത്? പോലീസ് ഇപ്പൊ SHO ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഒരിക്കലും SHO അങ്ങനെ ചെയ്യാം. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചി. അതെ, SHOയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. SHO എന്താണ്? SHOയുടെ മേളിൽ കമ്മീഷണറുണ്ട്,
പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട്, കമ്മീഷണറുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, പിന്നെ ഇതെല്ലാം പറഞ്ഞ് DGP ഉണ്ട്. ഇവിടെ DGPയുടെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ മേഖല IG ഉണ്ട്, എത്ര പേര്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥരും ഈ സർക്കാർ അഭിഭാഷകരും കൂടി ചേർന്നല്ലാതെ ഒരു റിപ്പോർട്ട് അങ്ങനെ പോവില്ല. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ട് എനിക്ക് പോലീസ് തന്നിട്ടില്ല എന്ന് ഗീനാകുമാരി കൃത്യമായി വിളിച്ചു പറയുന്നെങ്കിൽ അവരാണ് ശരി, അവരെ എന്തിനാ നീക്കിയതെങ്കിൽ? റിപ്പോർട്ട് മാറ്റി എഴുതിക്കുന്ന നേട്ടന്മാരാണല്ലോ ഇവിടെ പോലീസ് തലപ്പത്തിരുന്ന മുഴുവൻ. അപ്പൊ അവര് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരെ എന്തിനാ മാറ്റി? അവരെ മാറ്റാൻ പാടില്ല. ഇതാരാണ് മാറ്റാൻ പറഞ്ഞത്? ഇത് ഇവിടുത്തെ സർക്കാരാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കിക്കൂ, ഈ ED അന്വേഷണ കേസിൽ ഒത്തു കളിക്കുന്നത് പോലീസും കളിക്കുന്നുണ്ട്, അതുപോലെ പ്രോസിക്യൂഷനും കളിക്കുന്നുണ്ട്. അല്ല, ഇത് ഈ ദിവസങ്ങളിൽ അത് വ്യക്തമാവുകയും ചെയ്യും. ഹൈക്കോടതിയിൽ എത്തിയല്ലോ. ഇനി അങ്ങോട്ട് നടക്കുന്ന നിയമ നടപടികളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇവിടെ ഇപ്പൊ ചർച്ച വരാൻ എന്താ കാരണം? ഈ ഗീനാകുമാരി ഇപ്പോൾ പ്രോസിക്യൂഷനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പോലീസിന്റെ നിലപാടിനെതിരായ ഒരു നിലപാട്, പോലീസിന്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതെ, പോലീസിന്റെ റിപ്പോർട്ട് അനുകൂലം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പോലീസിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അത് ഒരു പക്ഷേ പ്രതികൾക്കെതിരായിരിക്കാം, പക്ഷേ ഇവർ അനുകൂല നിലപാട് എടുത്തു എന്ന് പറയാം. പക്ഷേ ആ ഒരു അനുകൂല നിലപാട് എടുത്തിട്ടും ഇവിടുത്തെ ഒരു നമ്മുടെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആരെങ്കിലും ഇതിനകത്തൊരു കാര്യക്ഷമമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചോളുക, പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ ഇവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കം തന്നെയാണിത്. അത് ഇവരെല്ലാവരും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടാണ്. കാരണം നാളെ ഇവർക്ക് ഇത്തരം ആവശ്യങ്ങൾ വരാം. അതെ, അപ്പോൾ അന്ന് തന്നെ ഓർക്കണമല്ലോ, ഈ പോലീസുകാർ അവിടെ വന്നു, അവരവിടെ നോക്കി, ഞങ്ങളെ ആരും വിളിച്ചില്ലെന്നാണ് ആര് പറഞ്ഞു? ഒരു ആഭ്യന്തരമന്ത്രി പറയാണ്, ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയാണ്, ഞങ്ങളെ ആരും വിളിച്ചു. എന്തിനാണ് പോലീസിന്റെ ചുമതല? എന്നാണ് ക്രമസമാധാനം പാലിക്കുക. ഈ ക്രമസമാധാന തകർച്ച എവിടെ ഉണ്ടായാലും മതി. ഇപ്പൊ ED വന്നില്ല, ഇപ്പൊ 2 വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വെട്ടും കുത്തുപോയ എന്നാ ഒരു വീട്ടുകാർ ഞങ്ങളെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് ചെല്ലാതിരിക്കാൻ പറ്റും? ഒന്നുമില്ല, വരും, അവിടെ ചെന്നല്ലേ പറ്റൂ. അതെന്താണ്? അത് പോലീസിന്റെ ചുമതലയാണ്, കടമയാണ് ക്രമസമാധാനം പാലിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ED എടുത്തിരിക്കുന്ന നല്ല നിലപാട് അവർക്ക് മനസ്സിലായി. ഇത് ഇവന്മാരും മച്ചാനുമാണ്, ഇവരും അച്ചമ്പികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവർ തമ്മിൽ ധാരണയുണ്ട്. ഇത് ഞങ്ങളെ ആക്രമിച്ച കേസിൽ ഞങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇത് ഇവരുടെ അട്ടിമറിക്കും. ചിലപ്പോൾ ഇവർ പ്രതിയാവും, ED ചിലപ്പോൾ പ്രതിയാവും. EDക്ക് അങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയൻ കേസെടുത്ത് വരട്ടിയതല്ലയോ അന്ന്? അങ്ങനെയല്ലയോ അത് കുറച്ചു കാലം ഈ കർത്തായുടെ കേസിനകത്ത് ഇവർ മുങ്ങി. എന്താണെങ്കിലും ശരി, വല്ലാത്ത ഒരു പരിപാടി തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവരെ സംരക്ഷിക്കേണ്ട കള്ളന്മാരെ അവർ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ടവരെ അവർ സംരക്ഷിക്കുന്നുണ്ട്. ഇതുപോലുള്ള കേസിൽ വഴിവിട്ടിട്ടുള്ള ധാരണകൾ ഇവർ തമ്മിലുണ്ട്, അതിന് യാതൊരു സംശയവും വേണ്ട.